ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതാണ് വീടിൻ്റെ അവസ്ഥ. ഇന്നൊരു ശനിയാഴ്ച ദിവസത്തെ ക്ലീനിങ് പരിപാടി കേട്ടോ. രാവിലെ മോന് ഒന്ന് ഡ്രസ്സ് എടുത്തതാണ്, അതിൻ്റെ അലമ്പ് കേട്ടോ കാണുന്നത്. അപ്പോൾ ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് ഉച്ചത്തേക്കുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അത് രാവിലെ എനിക്ക് എളുപ്പമായി. അപ്പോൾ രാവിലത്തെ ചായയോടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടിട്ടാണ് പിന്നെ ഉച്ചത്തേക്കിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രി തന്നെ ഇങ്ങനെ കട്ടാക്കിയിട്ട് വെച്ചാൽ രാവിലെ നമുക്ക് അത് ജോലി ചെയ്യുമ്പം എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന ആളെല്ലാം ഇങ്ങനെ ചെയ്ത് നോക്കൂ, അവർക്ക് അത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ ഈ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം കുക്കറിലിട്ടിട്ട് പിന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ചു. അതുപോലെ തന്നെ ഇന്ന് പയർ വറവിട്ട് ഉണ്ടാക്കുന്നത്, അതും രാത്രി ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതും ഇന്ന് സമയം ലാഭായി. അപ്പോൾ അതും ഞാനൊന്ന് വറുത്തെടുത്ത് അതിനുശേഷം കുക്കറിന് സാമ്പാർ വേവിച്ച ശേഷം പിന്നെ ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വേറെ ഒന്നും വേണ്ട, ഇങ്ങനെ ഈ ഒരു കറി മാത്രം കൂടി ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഈ സാമ്പാർ ആ കടുകാച്ചുമ്പുള്ള നല്ല സ്മെല്ല്, ഒരു എന്താ പറയുക ഒന്നൊന്നര സ്മെല്ലല്ലേ. അപ്പം അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഏകദേശം കിച്ചണിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. അപ്പോൾ കിച്ചണും കൂടി ക്ലീൻ ചെയ്തിട്ട് വേണം മറ്റേത് ഫുള്ളും നമുക്ക് ക്ലീൻ ആക്കാൻ. അപ്പോൾ കിച്ചൺ തന്നെ ഫസ്റ്റ് ക്ലീൻ ആക്കാൻ വിചാരിച്ചു. കിച്ചൺ ക്ലീൻ ആയാൽ തന്നെ പകുതി വീടിൻ്റെ ഭാഗം വൃത്തിയായി. അപ്പം ആദ്യം തന്നെ ഞാൻ കഴുകി വെച്ച പാത്രമെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ എടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ തന്നെ കിച്ചണിൻ്റെ പകുതി സ്ഥലം ഒഴിഞ്ഞ് കിടക്കും. ചോറ് പിന്നെ രാവിലെ തന്നെ ഉമ്മ ഉണ്ടാക്കിയതിന്, അതുകൊണ്ട് എനിക്ക് ചോറുണ്ടാക്കേണ്ട പരിപാടി ഇന്നില്ല. അതിനുശേഷം കുറേ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ഞാൻ തട്ടി. പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്, എല്ലാ സൈഡും അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്ന് മൊത്തത്തിൽ തുടച്ച ശേഷം പാത്രം കഴുകേണ്ട പാത്രമെല്ലാം ഞാൻ സിങ്കിലേക്ക് ഇട്ട് വെച്ച് അതിന് ശേഷം ആ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ തുടച്ചാൽ തന്നെ ഒന്ന് വൃത്തിയായി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലുണ്ട്, നിങ്ങളെ വിലയേറിയ കമൻറ്റ് എനിക്ക് തീർച്ചയായും എഴുതണമെന്ന്. കാരണം എനിക്ക് കമൻറ്റ് വായിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആയ ശേഷം പിന്നെ ഞാനിതാ ആദ്യം തന്നെ സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. സിറ്റ് ഔട്ട് ക്ലീൻ ആക്കിയ ശേഷം ആരെങ്കിലും വന്നാൽ തന്നെ പ്രശ്നമില്ല. മുറ്റൊന്ന് ആദ്യം ഒരാൾ കയറി വരുന്ന ഒരു ഇടമല്ലേ സിറ്റ് ഔട്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ടാൽ തന്നെ അതൊരു സമാധാനമായി. അപ്പോൾ ഞാനൊന്ന് മൊത്തത്തിലൊന്ന് ആ ചവിട്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് പൊടി തട്ടിയ ശേഷം പിന്നെ അടിച്ച് വാരിയിട്ട് ഞാൻ തുടച്ചും ചെയ്ത്. അത് ചെയ്ത് ആ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ റൂമിലിതാ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം മോന് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇത് എത്ര പ്രാവശ്യം ഞാൻ എടുത്ത് വെച്ചാലും ഇപ്പോൾ രാവിലെ എടുത്ത് വെച്ചാൽ വൈകിട്ട് നമ്മൾക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പം ഇത് വെച്ചാൽ ഞങ്ങൾക്കൊരു ടാസ്ക് തന്നെയാണ്. അപ്പം മോന് വലിച്ചിടും തോറും ഞാൻ അപ്പം ക്ലീൻ ആക്കും. അല്ലെങ്കിലില്ലേ ഫുള്ളായിട്ട് നെഗറ്റീവ് അടിക്കും. ഇല്ലാത്ത തലവേദന വരും ആ സമയത്ത് വരും. ഇല്ലാത്ത എവിടെന്നെങ്കിലും ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് വരുന്ന മാതിരി തലവേദന വരും ഇത് കാണുമ്പോൾ തന്നെ നെഗറ്റീവ് അടിച്ചാൽ. അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കി. പിന്നെ മോൻ്റെ ടേബിളും ആകെ അലമ്പായിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് അതും ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയായി. ഇത് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അവസ്ഥ പഴയ പോലെ തന്നെ ആവുമോ അറിയില്ല. അപ്പം വൃത്തികേടാക്കും, ഞാൻ പിന്നെയും ക്ലീൻ ആക്കും. പിന്നെ അതിന് ശേഷം സോഫയും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി. അതിന് ശേഷം ഹോളിലാണെങ്കിൽ ഇതും എടുത്തെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച ശേഷം ഞാൻ പിന്നെ ഒന്ന് ബേസിൻ്റെ ചില്ല് ടേബിളും കാര്യങ്ങളിലും ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയെല്ലാം മറിഞ്ഞിട്ടുണ്ട് മോൻ രാവിലെ കുടിച്ചതിൻ്റെ. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പം അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനം. ഇല്ലെങ്കിൽ നമുക്കൊരു മൂടില്ലാണ്ട് ചെയ്യുമ്പം നമുക്കൊരു നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. ഒന്നിനോടൊരു തൃപ്തി കിട്ടൂല ഒരു ചെയ്യുന്ന ജോലിയോടൊന്നും. അപ്പോൾ ഞാനിന്ന് ഫുള്ളായിട്ട് തുടക്കുന്നുണ്ട്. അപ്പം ഒന്ന് ഡീപ്പായിട്ട് തന്നെ പേസ് തുടക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഡെയിലി ജസ്റ്റ് തുടക്കലുണ്ട്. എന്നാലും ഞാൻ തുടക്കുന്ന സമയത്തൊന്ന് ഡീപ്പായിട്ട് തന്നെ ബേസ് തുടക്കും. അതിന് ശേഷം അത് ആകെല്ലാം ഞാനൊന്ന് അടിച്ച് വാരുന്നുണ്ട് കേട്ടോ. ഡെയിലി ഇങ്ങനെ അടിച്ച് വാരിട്ടാൽ തന്നെ ഒരു സമാധാനമല്ല. ചില ആൾ പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കൊന്നും ഡെയിലി ചിലപ്പം സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനത്തെ അവരെല്ലാം ചിലപ്പോൾ രാത്രി ടൈം കിട്ടുന്നുണ്ടെങ്കിൽ രാത്രി തന്നെ അടിച്ച് വാരിയെങ്കിൽ രാവിലെ ആകുമ്പോൾ ആ ഒരു സ്ഥലമെല്ലാം നല്ല രീതിയിൽ വൃത്തിയായി കിട്ടും. അപ്പോൾ അതാ ഞാൻ ഒന്ന് മൊത്തത്തിലൊന്ന് നല്ല ഡീപ്പായിട്ട് തന്നെ അടിച്ച് വാരുന്നുണ്ട്. അങ്ങനെ കിച്ചണും അടിച്ച് വാരി, കിച്ചണിലെല്ലാ ജോലിയും കഴിഞ്ഞ് പിന്നെ അടിച്ച് വാരലും തുടക്കലും മാത്രം ബാക്കിയായിന്. അപ്പോൾ ഞാനൊന്ന് അതും കൂടി അടിച്ച് വാരിയിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല രീതിക്ക് നല്ല മണവിൽ ലിക്വിഡും അതുപോലെ തന്നെ ബക്കറ്റിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നല്ല എന്താ പറയുക ഡീപ്പായിട്ട് തന്നെ തുടക്കണം. ചില ആൾ ചിലപ്പം ഡീപ്പായിട്ട് തുടക്കാൻ മടിയെങ്കിൽ പോലും 2-3 ദിവസം കൂടുമ്പം ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് തുടക്കണം കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് നല്ല ലിക്വിഡെല്ലാം എടുത്തിട്ട് അപ്പം ഡീപ്പായിട്ട് തുടക്കുന്നതിന് ശേഷം കാണുമ്പം അത് നല്ലൊരു വൃത്തിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം ഇതാ ഞാൻ കിച്ചണും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട്. അപ്പം കിച്ചണും കൂടി തുടച്ചിട്ടാൽ തന്നെ എൻ്റെ ഇന്നത്തെ ജോലി എല്ലാം മുഴുവനായിട്ടും തീർന്ന് ക്ലീൻ പരിപാടിയെല്ലാം കഴിഞ്ഞ്. പിന്നെ ഞാൻ എഴുന്നേറ്റ പാടന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനിട്ടുകൊണ്ട് അതും അവിടെ റെഡിയാണ്, ആർത്തിടേണ്ടേ വേണ്ട. അപ്പോൾ എനിക്ക് അതോടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയും ജോലിയും എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയതാ. കിച്ചണും മൊത്തത്തിലൊന്ന് ക്ലീനായി. ഓക്കെ ബൈ.